യു ടേണുകളുടെ കാര്യത്തിൽ ഒരൊറ്റ മാസം കൊണ്ട് സതീശൻ സർക്കാർ റെക്കോർഡിട്ടിരിക്കുന്നു. എത്രയെത്ര യു ടേണുകളാണ് ഈ ഒരൊറ്റ മാസം കൊണ്ട് നമ്മൾ കണ്ടത്. പ്രതിപക്ഷത്തുണ്ടായിരുന്ന സമയത്ത് സതീശനും സതീശൻ്റെ കൂടെയുള്ള UDF-ന്റെ മറ്റു നേതാക്കളും പറഞ്ഞതെല്ലാം തിരുത്തി പറഞ്ഞ് യു ടേൺ അടിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം ഇന്ന് സഭാ സമ്മേളനം വീണ്ടും ചേർന്നപ്പോൾ ആദ്യം സംസാരിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ ഊരാളുങ്കലിനെ കുറിച്ച് പറഞ്ഞതാണ് UDF-നെ വീണ്ടും വെട്ടിലാക്കിയിട്ടുള്ളത്. യു ടേൺ അടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. യു ടേൺ അടി എന്തായിരുന്നു? പ്രതിപക്ഷത്തുണ്ടായിരുന്ന സമയത്ത് VD സതീശനും UDF-ന്റെ മറ്റു നേതാക്കളും ഈ ഊരാളുങ്കലിനെ കുറിച്ച് പറഞ്ഞത് അത് CPM-ന്റെ അഴിമതി പണം ഡംപ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്, അവരുടെ വർക്കുകൾ മോശമാണ്, ഊരാളുകളില്ലാത്ത കുഴപ്പങ്ങളില്ല, മൊത്തം CPM ഊരാളുകളും തമ്മിലുള്ള ഒത്തുകളിയാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം ഊരാളുങ്കലിനെ എന്നുള്ള രീതിയിലാണ്. ഒരു ഘട്ടത്തിൽ KM ഷാജി പറഞ്ഞെന്താ, ഊരാളുങ്കൽ എന്ന് പറയുന്നത് മോദിക്ക് അദാനി പോലെയാണ് ഇവിടെ പിണറായിക്ക് ഊരാളുങ്കൽ എന്നുള്ളതാണ്. ആ രീതിയിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച അതേ പ്രതിപക്ഷമാണ് ഇന്നിപ്പോൾ പെട്ടിരിക്കുന്നത്. ഇന്ന് സഭ തുടങ്ങിയപ്പോൾ തന്നെ നിറയെ ചോദ്യങ്ങളായിരുന്നു UDF-ന്റെ നേതാക്കന്മാർ, UDF-ന്റെ MLA-മാർ ആവർത്തിച്ച് ചോദിച്ചിട്ടും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആ കസേരയിൽ ഇരുന്നിട്ട് വേറെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ പറ്റില്ല, രേഖ വെച്ച് സംസാരിക്കണമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ മൊത്തം വസ്തുതകൾ പറയേണ്ടി വന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഞാൻ 2 വാർത്തകൾ, അതിൽ ആദ്യത്തെ വാർത്ത വായിക്കുന്ന ആളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. പാവം VD സതീശൻ്റെ ഒരാളാണ്. മൂപ്പത്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്ത വായിക്കുമ്പോൾ ആ മുഖഭാവം കാണണം, നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതില്ല കേട്ടോ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് നിയമസഭയിൽ സർക്കാരിന്റെ ക്ലീൻ ചിറ്റ്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പ്രവൃത്തികൾ നിലവാരമുള്ളതാണെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ നിയമസഭയെ അറിയിച്ചു. സൊസൈറ്റി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പദ്ധതികൾ നൽകിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും മന്ത്രി മറുപടി നൽകി. CPIM നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് UDF സർക്കാരിന്റെ ക്ലീൻ ചിറ്റ്. ഊരാളുങ്കൽ സൊസൈറ്റിയെ തുറന്നു കാട്ടാൻ ഭരണപക്ഷ MLA-മാർ ആവർത്തിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൂടുതൽ പദ്ധതികൾ നൽകിയതുൾപ്പെടെ ചോദ്യം ചെയ്യാനായിരുന്നു MLA-മാരുടെ ശ്രമം. പക്ഷേ പ്രതീക്ഷിച്ച മറുപടിയായിരുന്നില്ല പൊതുമരാമത്ത് മന്ത്രിയിൽ നിന്നും ലഭിച്ചത്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പ്രവൃത്തികൾക്ക് മന്ത്രി PK ബഷീർ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ ഞാൻ മുഴുവനായിട്ട് കേൾപ്പിക്കുന്നില്ല. ഒരു വാർത്ത കൂടിയിട്ടുണ്ട്, മാതൃഭൂമിയുടെ ഒരു വാർത്ത, അതുകൂടി കേൾപ്പിക്കാം. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കുറെ മലക്കം മറിച്ചിലുകൾ, യു ടേണുകൾ കണ്ടു അല്ലെ? ഊരാളുങ്കലിനെ കുറിച്ച് പ്രതിപക്ഷത്തിരുന്നപ്പോൾ പ്രതിപക്ഷ നിരയിൽ UDF-ൽ VD സതീശനാകട്ടെ, KM ഷാജി ആകട്ടെ, അങ്ങനെ നേതാക്കൾ എല്ലാവരും അണിനിരന്നുകൊണ്ട് KC വേണുഗോപാൽ ആകട്ടെ അന്വേഷണം വേണമെന്ന് വരെ പറഞ്ഞിരുന്നു. അപ്പോൾ നേതാക്കളൊക്കെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഒരു നിലപാടാണ് പറഞ്ഞത്. ഇന്ന് സഭയിൽ എന്താണ് ഭരണപക്ഷത്തേക്ക് അവർ എത്തിയപ്പോൾ പറയുന്നത് കേൾക്കാം. ഊരാളുങ്കലിന്റെ പൂർണ്ണ പിന്തുണയാണ് സർക്കാർ സഭയിൽ നൽകുന്നത്. ക്രമവിരുദ്ധമായി ഒന്നും ഊരാളുങ്കലിന് നൽകിയിട്ടില്ല എന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നെ മന്ത്രി PK ബഷീർ നൽകുന്നു. ഊരാളുങ്കലിന് വഴിവിട്ട കരാറുകൾ നൽകിയെന്ന് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ UDF ആരോപിച്ചിരുന്നു. ഒന്നല്ല, ഒട്ടനവധി തവണ. ഊരാളുങ്കലിന്റെ ഇത് നിലവാരമുള്ള പ്രവർത്തികൾ എന്നാണ് PK ബഷീറിന്റെ ഇന്നത്തെ സർട്ടിഫിക്കറ്റ്. പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തിന്റെ കീഴിൽ മോർത്ത് SPD പ്രകാരം ചെയ്യുന്ന പ്രവൃത്തികളിൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രത്യേക മുൻഗണന നിലവിൽ ഇല്ല. എന്നാൽ പൊതുമരാമത്ത് സ്റ്റേറ്റ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ദേശീയപാത പ്രവൃത്തികളിൽ മേൽ സൂചിപ്പിച്ച സർക്കാർ ഉത്തരവുകൾ ബാധകമാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട്. PWD മാനുവൽ, SPD കണ്ടീഷൻ എന്നിവ അനുസരിച്ചാണ് ഇവ നടപ്പിലാക്കുന്നത്. ഗുണനിലവാര പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാർക്ക് ബിൽ തുക നൽകുന്നത്. പ്രവൃത്തികളുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതി ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം നടത്തുന്നതാണ്. പിന്നെ ആണെങ്കിൽ അവർ ആദ്യം നല്ല ക്വാളിറ്റി വർക്കായിരുന്നു, അതുകൊണ്ടാണ് എല്ലാവരും ഊരാളുകളുടെ പിന്നാലെ പോയത്. ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 165 പ്രവൃത്തികളിൽ 40ഓളം പ്രവൃത്തികൾ മന്ദഗതിയിലാണ്. കാരണം അവർക്ക് വർക്കിലോട് കൂടി. മുമ്പേ ഒരു ഏരിയ മാത്രം, ഇപ്പൊ കാസർഗോഡ് മുതൽ പാറശാല വരെ എല്ലാവിധ പ്രദേശങ്ങളിലും വർക്ക് നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അവിടെ പ്രവർത്തനങ്ങളിൽ വർക്കുകളിൽ ഒരു മന്ദീപനം വന്നിട്ടുണ്ട്. ഓർക്കണം, മുഖ്യമന്ത്രി VD സതീശൻ സഭയിലുണ്ട്. അവിടെ വെച്ചാണ് ഇപ്പോൾ PKB ഈ കാര്യം പറഞ്ഞത്. ഇനി VD സതീശൻ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് 2 വർഷം മുൻപ് ഊരാളുങ്കൽ സൊസൈറ്റിയെ കുറിച്ച് എന്തായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ അന്നത്തെ അഭിപ്രായം? കേൾക്കേണ്ടതാണ് നമ്മൾ. CPM-ന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. അവർക്ക് വഴിവിട്ട് കേരളത്തിലെ പ്രവർത്തികൾ കൊടുക്കുകയാണ്. ശാസ്ത്രീയമായ ഗവേഷണം നടത്തി കേരളത്തിൽ അഴിമതി നടത്തുമ്പോൾ ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഊരാളുങ്കലിലെ ലാഭവും ഊരാളുങ്കലിലെ കമ്മീഷനും ഒക്കെ പോകുന്നത് ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്കാണ്. കേരളത്തിന്റെ ഖജനാവ് കൊള്ളയടിക്കുകയാണ്. ഇത് VD സതീശൻ. ഇനി നമുക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്താണ് പറയുന്നത്? അത് അധികം കാലമൊന്നുമില്ല. ഇത് 2023 VD സതീശനാണെങ്കിൽ 2026 KC വേണുഗോപാലിനെ കേൾക്കാം. കേരളം കണ്ട ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാരായിരുന്നു കഴിഞ്ഞ 5 വർഷത്തെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാർ.
അതിൽ ഏറ്റവും മർമ്മസ്ഥാനത്ത് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും മർമ്മസ്ഥാനത്തുള്ളത് ഊരാളുങ്കൽ എന്ന് പറയുന്ന കമ്പനിയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിന്റെ പ്രഭവ കേന്ദ്രവും അത് അവസാനിക്കുന്നതുമെല്ലാം ഊരാളുങ്കലിലാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു സഹകരണ സൊസൈറ്റി എന്ന പേരിലാണ്. ആ സൊസൈറ്റി എന്ന പേരിൽ ടെൻഡറില്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട കോടികളുടെ കരാർ അവർ ഏറ്റെടുക്കും. അവർ മുഴുവൻ കൊടുക്കുന്നത് സൊസൈറ്റിയെല്ലാം നടത്തുന്ന സബ് കോൺട്രാക്റ്റാണ്. വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും മാത്രമല്ല, കെ.എം. ഷാജി ഇന്നത്തെ മന്ത്രി അന്ന് എന്താ പറഞ്ഞതെന്ന് അറിയുമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദാനി എങ്ങനെയാണോ കള്ളപ്പണം വെളുപ്പിക്കാൻ അതുപോലെയാണ് പിണറായി വിജയൻ ഊരാളുങ്കൽ എന്നാണ് കെ.എം. ഷാജി പറഞ്ഞത്. വാക്കാണ് എന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം. എന്തൊരു നല്ല വാക്കാണ്. ഓന്ത് പോലും ഇങ്ങനെ നിറം മാറുമോ എന്ന സംശയമാണ്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് നിയമസഭയിൽ നിന്ന്. പ്രശാന്ത്, എത്ര പെട്ടെന്നാണല്ലേ ഊരാളുങ്കലിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് വരുന്നത്? വാക്കാണല്ലോ പ്രധാനമെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ അത് കടമെടുത്തുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹം അല്ലെങ്കിൽ UDF നേതാക്കൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിക്കെതിരെ ഉന്നയിച്ച ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അതായത് ഏറ്റവും പ്രധാനം CPM-ന്റെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ളെങ്കിൽ അത് പാർക്ക് ചെയ്യാനുള്ള ഒരു ഇടമാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചത്. അപ്പോൾ ആ ആക്ഷേപം അവിടെ നിൽക്കുമ്പോൾ ഇന്നിപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രമല്ല, അവർക്ക് ഗുണനിലവാരമുള്ള പ്രവൃത്തിയാണ് ഊരാളുങ്കൽ സൊസൈറ്റി ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് വർക്ക് ലോഡാണ് എന്നൊരു പ്രശ്നം മാത്രമേ പ്രതിപക്ഷത്തിരുന്ന UDF ഭരണപക്ഷത്തെത്തിയപ്പോൾ കാണുന്നുള്ളൂ എന്നത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇതിൽ ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞു വെച്ച ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കരാറുകൾ നൽകിയതിനെ കുറിച്ച് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല. പരാതി ലഭിച്ചാൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അന്വേഷണം നടത്തുന്നതാണ്. അപ്പോൾ ഈ പരാതി ഉണ്ടായിരുന്നത് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ UDF-ന് തന്നെയാണ്. അപ്പോൾ ആ പരാതി ഇപ്പോൾ ഭരണപക്ഷത്തെത്തിയപ്പോൾ UDF-ന് ഇല്ലാതായി, അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിനും ഇല്ലാതായി. അന്ന് ആക്ഷേപം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് ഇല്ലാതായി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നിയമസഭയിലാണ് ഈ മറുപടി നൽകുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സഭയിൽ ഒരു മറുപടി നൽകുമ്പോൾ മുൻപ് ഉന്നയിച്ച ആക്ഷേപങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ അതിന്റെ വസ്തുതകൾ പരിശോധിക്കേണ്ടത്. ഏതായാലും ഈ ചോദ്യം ഉന്നയിച്ചത് UDF എന്നുള്ള അംഗങ്ങൾ തന്നെയാണ്. K. ബിനിമോള്, CR മഹേഷ്, ദീപക് ജോയ്, F. രാജ എന്നിവരായിരുന്നു. തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിച്ചത് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരു ക്രമവിരുദ്ധമായി, അല്ലെങ്കിൽ ടെൻഡറുകളില്ലാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വർക്ക് നൽകിയ മുൻകാലത്തെ ഇടത് സർക്കാരിന്റെ പ്രവൃത്തികളെ കുറിച്ചുള്ള ഒരു വിശദീകരണമായിരിക്കാം തീർച്ചയായും UDF അംഗങ്ങൾ പ്രതീക്ഷിച്ചത്. അക്കാലത്ത് ഫണ്ട് ദുരുപയോഗം അടക്കം, അതായത് മറ്റ് ലേബർ സൊസൈറ്റികൾക്കൊന്നുമില്ലാത്ത സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇടപെടലുകളാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പിണറായി സർക്കാർ അനുവദിച്ച് നൽകിയത് എന്നതായിരുന്നു പ്രതിപക്ഷത്തിരുന്ന UDF-ന്റെ ആക്ഷേപം. ഇത് മാത്രമല്ല, ക്യാമറ വിവാദമുണ്ടായ ഘട്ടത്തിൽ ഓർക്കുന്നില്ലേ, ഈ ഊരാളുങ്കൽ ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് ഉപകരാർ കൊടുക്കുന്ന പ്രിസാഡിയോ എന്ന കമ്പനിക്കാണ് എന്ന ആക്ഷേപം അടക്കം അന്ന് ഉന്നയിച്ചതാണ്. അപ്പോൾ ഇതിനുശേഷം ഉപചോദ്യങ്ങൾ വന്നപ്പോൾ അമൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അമൽ, UDF അംഗങ്ങൾ ഇന്നിപ്പോൾ ചോദ്യോത്തര വേളയിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഉറപ്പായും ഊരാളുങ്കൽ സൊസൈറ്റിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന പ്രതീക്ഷയിൽ, കണക്കൂട്ടിൽ തന്നെ ആയിരുന്നില്ലേ ഈ ചോദ്യം മുന്നോട്ട് വെച്ചത്? ഊരാളുങ്കലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് സഭയിൽ ഉയർന്നു വന്ന സമയങ്ങളിലെല്ലാം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും, പ്രത്യേകിച്ച് വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തുനിന്നും ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് ഊരാളുങ്കൽ എന്ന് പറയുന്നത് ഈ CPM-ന്റെ ഫണ്ട് മറയ്ക്കാനുള്ള, അല്ലെങ്കിൽ അത് മറ്റൊരു വഴിക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്കാണ് UDF ഇതിനെ അധിക്ഷേപിച്ചിരുന്നത്. മാത്രമല്ല, ഈ ഊരാളുങ്കൽ, ഈ ആക്ഷേപങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലും പല MLA-മാരും, UDF-ന്റെ MLA-മാർ പോലും ഊരാളുങ്കലിനെ സമീപിക്കുന്ന സാഹചര്യമുണ്ട്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും ഈ റോഡ് നിർമ്മാണം പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ഇപ്പോൾ നിലവിലെ ഒരവസ്ഥയിൽ സംസ്ഥാനത്തെ നിർമ്മാണ രംഗത്ത് ഏറ്റവും കൂടുതൽ എക്യുപ്മെന്റ്സ് ഉള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് ഊരാളുങ്കലാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ഊരാളുങ്കലിനെ സമീപിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയമായ ഗുരുതരമായ ആരോപണങ്ങൾ ഊരാളുങ്കലിനെതിരെ എല്ലാ കാലത്തും UDF ഉന്നയിച്ചിരുന്നു. അത് തന്നെയാണ് ഇന്നും നമ്മൾ സഭയിൽ പ്രതീക്ഷിച്ചിരുന്നത്. സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഊരാളുങ്കലിന് നൽകിയ കരാറുകളും മറ്റുമൊക്കെ ഒരു പുനഃപരിശോധന ഉണ്ടാകും, അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് നൽകിയ ഈ കരാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ, ചട്ടവിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിൽ ഇന്ന് സർട്ടിഫിക്കറ്റാണ്, ഗുഡ് സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത്. ഇന്ന് ചോദ്യം ഉയർന്നപ്പോൾ തന്നെ ദീപക് ജോയി, അതോടൊപ്പം തന്നെ CR മഹേഷ്, F. രാജ, അതോടൊപ്പം ഇതിനെയാണ് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമർപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇതുവരെ പറഞ്ഞത്, ഊരാളുങ്കലിനെ കുറിച്ച് പറഞ്ഞത് പച്ച നുണകളായിരുന്നു എന്നുള്ളത് അധികാരത്തിൽ വന്ന് ആ കസേരയിൽ കയറി ഇരുന്നപ്പോൾ രേഖ നോക്കിയപ്പോൾ മന്ത്രിക്ക് അതേപോലെ വിളിച്ചു പറയേണ്ടി വന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്ക് എപ്പോഴെങ്കിലും അതൊരു പരാതിയായിട്ട് കൊടുക്കാൻ കഴിഞ്ഞു? ഒരു പരാതിയും വന്നിട്ടില്ല എന്നാണ് സഭാരേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് മന്ത്രി പറയുന്നത്. ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് എതിരെ ഇത്തരത്തിലുള്ള ഒരു പരാതിയുമാണ്. അപ്പോൾ എന്തായിരുന്നു? പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ പറയുന്ന വി.ഡി. സതീശനായാലും കെ.സി. വേണുഗോപാലായാലും KM ഷാജി ആയാലും ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ തെളിഞ്ഞല്ലോ. നോക്കൂ,
ഊരാളുങ്കൽ സൊസൈറ്റി അത്തരത്തിൽ ഒരു പറ്റിക്കുന്ന ഏർപ്പാടുകാരാണെങ്കിൽ, മുമ്പ് ഓർക്കുന്നുണ്ടോ, ഇപ്പോഴും നല്ല ഒരു 10, 15, 20 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, കോഴിക്കോട് ഒരു പാലം പണിതതിന് ശേഷം മിച്ചപ്പെട്ട 12 കോടിയോളം രൂപ ഊരാളുങ്കൽ സൊസൈറ്റി സർക്കാരിന് തിരിച്ചു നൽകിയെന്നൊരു വാർത്ത നമ്മൾ വായിച്ചതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എൻ്റെ ഓർമ്മയിൽ നിന്ന് ശരിയാണെങ്കിൽ 12 കോടി രൂപയാണ് അവരന്ന് തിരിച്ചു കൊടുത്തത്. ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് കമ്പനിക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അമിതമായ ലാഭമാണെങ്കിൽ അത് സർക്കാരിനെ തിരിച്ചേൽപ്പിക്കുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നാൽ ഊരാളുങ്കൽ സൊസൈറ്റി അവർക്ക് കിട്ടിയ ലാഭം, അമിതമായി കിട്ടിയ ലാഭം, അവരുടെ ആവശ്യം കഴിഞ്ഞ് അമിതമായി കിട്ടിയ ലാഭം സർക്കാരിനെ തിരിച്ചേൽപ്പിച്ച് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് മാതൃക കാണിച്ച ഒരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയെ കുറിച്ചാണ് ഇപ്പോൾ മോശമായ പദങ്ങൾ ഉപയോഗിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നത്. അതാണ് അവർക്ക് തന്നെ വിഴുങ്ങേണ്ടി വന്നത്. ഇനിയും നമുക്ക് യൂട്ടേണുകൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം.